അങ്ങനെ നമ്മൾ ഇന്ന് 5:30 ആകുമ്പോഴത്തേക്ക് ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോകാൻ തൊഴാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നല്ലോ. പക്ഷേ ഒരു 4 മണിയൊക്കെ ആയപ്പോഴേ ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് തലവേദന കൊണ്ട് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഉറക്കവും നല്ല രീതിയിൽ വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഋതു നല്ല രീതിയിൽ കരഞ്ഞും വിളിച്ചുമൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവളെ ഉറക്കി ഞാനൊന്ന് കിടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു അവസ്ഥ കണ്ടപ്പോൾ കുഞ്ഞൻ പറഞ്ഞു, ഇന്നൊരു കാര്യം ചെയ്യും, നീ അവിടെ കിടക്ക്, നമുക്കൊരു 6-6:30 ആകുമ്പോൾ പോകാമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെയും കിടന്നു. പക്ഷെ ഉറങ്ങിയതേ ഉണ്ടായിരുന്നില്ല. എനിക്ക് നല്ല തലവേദനയായിരുന്നു. അങ്ങനെ പിന്നെ ഋതുവിനെ ഞാൻ അവിടെ കിടത്തിയിട്ട് ഞാൻ പിന്നെ കുറേ കഴിഞ്ഞപ്പം പോയി കുളിച്ചിട്ടൊക്കെ വന്നു. അത് കഴിഞ്ഞ് ഋതുവിനെ ഒരുക്കി ഞങ്ങൾ പിന്നെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അമ്പലത്തിൽ വന്നപ്പോഴത്തേക്ക് ബാക്ക് സൈഡിൽ കൂടെ ആട്ടോ വന്നത്. നമുക്ക് ഹോട്ടൽ റൂം അവിടെ ആയിരുന്നു കേട്ടോ. പിന്നെ ആനയൊക്കെ കണ്ടപ്പോൾ ഋതുവിൻ്റെ ആ ഒരു ആക്കൽ എന്നൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിവിടെ ബാഗൊക്കെ കൊടുത്ത് ഫോണൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളിത് അമ്പലത്തിൽ കയറി തൊഴുത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ക്യൂവിൽ നിൽക്കാതെ തന്നെ നമുക്ക് ഭഗവാനെ കയറി കണ്ട് തൊഴുത് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് നമുക്ക് ക്യൂവിൽ നിൽക്കാതെ തന്നെ കയറാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് കാല് വയ്യാതെയൊക്കെ ഇരിക്കല്ല, അത്രയും നേരം നിൽക്കാൻ പറ്റത്തില്ലല്ലോ ആൾക്ക്. അപ്പോൾ അവിടെ ചോദിച്ചപ്പം പറഞ്ഞു, ഗോപുരം മാനേജർ ഉണ്ട്, അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കയറാൻ പറ്റും കേട്ടോ, ക്യൂവിൽ നിൽക്കാതെ തന്നെ. ഞങ്ങൾ അങ്ങനെ അവിടെ ചെന്ന് പെർമിഷൻ വാങ്ങിച്ചപ്പോൾ അവർ നമുക്ക് ക്യൂവിൽ നിൽക്കാതെ തന്നെ അകത്തൂടെ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭഗവാനെ കണ്ട് നല്ല രീതിയിൽ തൊഴുതിട്ടുണ്ടായിരുന്നു. എന്നാലും തിരക്കും നല്ല രീതിയിൽ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും തൊഴുത് നന്നായിട്ട് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഋതുവിനും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ ഭഗവാനെ. പിന്നെ നിങ്ങളടുത്ത് ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കാണെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങി ആ അമ്പലത്തിൻ്റെ അവിടെ ചെന്ന് ഭഗവാനെ കാണുന്നതിന് തൊട്ട് മുന്നേ വരെ നല്ല തലവേദനയായിരുന്നു കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, ഭഗവാനെ കയറി കണ്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ തലവേദനയൊക്കെ എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല. ഈ നിമിഷം വരെ എനിക്ക് ഒരു കുഴപ്പമില്ലാതിരിക്കുക കേട്ടോ. ആ തലവേദനയൊക്കെ പൂർണ്ണമായിട്ട് എനിക്ക് ഫേദ് ആയിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പിന്നെ വരുന്ന വഴിക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഋതുവിന് കുറച്ച് അപ്പം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ റൂമിൽ വന്നു സാധനങ്ങളെല്ലാം അടുക്കി പറക്കി എല്ലാം വെച്ചു. ഞങ്ങൾ കുറച്ച് നേരം കിടന്നൊന്ന് ഉറങ്ങി ഒന്ന് എഴുന്നേറ്റിട്ട് പിന്നെ നമുക്ക് ഇറങ്ങേണ്ട സമയമായിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ച് എത്തിയിട്ടുണ്ടായിരുന്നേ ഗുരുവായൂർ. അവിടുന്ന് പിന്നെ നമുക്ക് തൃശ്ശൂരിൽ നിന്നായിരുന്നു നമുക്ക് ട്രെയിൻ നേരത്തെ നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. പിന്നെ അവിടെ ഓട്ടോ വിളിച്ച് വരാമെന്നൊക്കെ കരുതിയെങ്കിലും, ഓട്ടോ അല്ല ഊബർ വിളിച്ച് വരാമെന്ന് കരുതിയെങ്കിലും പിന്നെ ട്രെയിൻ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ പിന്നെ ട്രെയിനിലാട്ടോ വന്നത്. അങ്ങനെ അവിടെ വന്നിട്ട് ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് പിന്നെ അവിടുന്ന് കയറി. ഋതുവിനാണെങ്കിൽ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. അവളുടെ കുറുമ്പിന് ഒരു കുറവും ഇല്ല കേട്ടോ. പക്ഷെ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. പക്ഷെ എനിക്ക് വയ്യാണ്ടൊക്കെ ഇരിക്കുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മൾ കൊല്ലത്ത് വന്ന് ഇറങ്ങിയതും നല്ല മഴയായിരുന്നു. ഇടിഞ്ഞിറങ്ങി അങ്ങ് പെയ്യുമായിരുന്നു കേട്ടോ. അങ്ങനെ ഒന്ന് മഴ തോന്നിപ്പോൾ ഞങ്ങൾ കുട ഉണ്ടായിരുന്നു. അങ്ങനെ അതും വെച്ച് ഞങ്ങൾ ഇപ്പുറത്ത് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ നനഞ്ഞ് കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. ഋതുവിനെ മാത്രം നനച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കാർ എടുത്തു. ഒരു ദിവസത്തെ കാർ ഇടുന്നതിന് 180 രൂപയായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം എനിക്ക് ഡൗട്ട് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ